പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ 2024 പാർലമെൻറ്റ് ചർച്ചയിലേക്കാണ് വീണ്ടും നമ്മൾ പോകുന്നത്. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് തുടങ്ങി ആലപ്പുഴയിലെത്തി വീണ്ടും കൊല്ലത്ത് നിർത്താതെ നമ്മുടെ വണ്ടി അങ്ങ് തിരുവനന്തപുരത്തോട്ട് ഞാൻ വിട്ടു. കാരണം കൊല്ലത്ത് തിരിച്ചു വരുന്ന വഴി ഇറങ്ങാമെന്ന് വെച്ചു. നമ്മുടെ കേരളത്തിൻ്റെ മൊത്തം തലസ്ഥാനവും ആസ്ഥാനവും പാരമ്പര്യവും ചരിത്രവും എല്ലാം ഉറങ്ങിക്കിടക്കുന്ന തിരുവനന്തപുരം തന്നെ നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണത്. അപ്പോൾ തിരുവനന്തപുരം നിയോജക മണ്ഡലം ഇപ്രാവശ്യം എന്തുകൊണ്ടും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു മണ്ഡലമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പം നമ്മുടെ കേരളത്തിലെ യുവാക്കളുടെയും നമ്മുടെ കേരളത്തിൻ്റെ മൊത്തവും ഭാവിയെ, പുരോഗതിയെ ഒക്കെ ബാധിക്കുന്ന രീതിയിൽ ആ തിരുവനന്തപുരം മണ്ഡലം മാറുന്ന ഒരവസ്ഥയുണ്ട്. കാരണം അവിടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രതിഭാശാലിയായിട്ടുള്ളൊരു ടെക്നോക്രാറ്റാണ് മത്സരിക്കുന്നത്. മറ്റാരുമല്ല, രാജീവ് ചന്ദ്രശേഖർ എന്ന പ്രതിഭാശാലി. അദ്ദേഹത്തിൻ്റെ സ്കില്ല് കൊണ്ട് നിറച്ചിരിക്കുന്ന തലമണ്ടയുമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അദ്ദേഹം വലിയൊരു എൻ്റർപ്രനറാണ്. അതേപോലെ തന്നെ ടെക്നോളജി വിദഗ്ധനാണ്, IT വിദഗ്ധനാണ്, നമ്മുടെ ഇന്ത്യയുടെ ടെലികമ്മ്യൂണിക്കേഷൻ സഹമന്ത്രിയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പദവികളൊക്കെ പറഞ്ഞാൽ എല്ലാം കൂടെ എൻ്റെ മനസ്സിൽ ഓർമ്മ നിൽക്കുന്നില്ല. ഞാൻ അത്യാവശ്യം അത് മാത്രം ഞാനൊന്ന് കുറിച്ച് വെച്ചു, കാരണം എനിക്കെല്ലാം പറയാനല്ലേ പറ്റും. എന്നാൽ തന്നെ ഞാൻ കുറച്ച് പറയുന്നുള്ളൂ. അദ്ദേഹം ധനകാര്യ പാർലമെൻ്ററി കമ്മിറ്റിയുടെ അംഗമാണ്. ടെക്നോക്രാറ്റ് ആണെങ്കിലും അതാണ്. 2019 ഡേറ്റ പ്രൊട്ടക്ഷൻ ബിൽ ജോയിൻറ്റ് കമ്മിറ്റി അംഗമാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിലെ ഏറ്റവും പ്രധാനിയാണ്. സഹമന്ത്രി എന്ന് പേരേ ഉള്ളൂ, പ്രധാനിയാണ്. IT കൺസൾട്ടിംഗ് കമ്മിറ്റിയുടെ പ്രധാനിയാണ്. അംഗമെന്ന് ഇതിനകത്ത് പറയുന്നത്, പക്ഷേ അംഗമല്ല, അദ്ദേഹമാണ് അതിൻ്റെ എല്ലാം. അതുപോലെ തന്നെ വേൾഡ് അഫയേഴ്സ് കമ്മിറ്റി അംഗമാണ്. അപ്പം വേൾഡ് അഫയേഴ്സുമായിട്ട് നമ്മുടെ ജയശങ്കർ സാറിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണെന്ന് വേണമെങ്കിൽ പറയാം. ജയശങ്കറിനെ എല്ലാവർക്കും അറിയാം. അതുപോലെ വേറൊരു രംഗത്ത് പ്രതിഭാശാലികൾ നിറഞ്ഞതാണ് കേന്ദ്രമന്ത്രിസഭ. അതിലൊരാളാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ. പിന്നെ ഡിഫൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമാണ്. അപ്പോൾ പിന്നെ ഇനിയുണ്ട് ഒത്തിരി സവിശേഷതകൾ. എല്ലാം ഒന്നും ഞാൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയുകയാണ്. അപ്പോൾ അത്രയധികം എബിലിറ്റിയുള്ള, കപ്പാസിറ്റിയുള്ള, കാലിബറുള്ള ഒരു ടെക്നോളജി വിദഗ്ധൻ, IT വിദഗ്ധൻ, ടെലികമ്മ്യൂണിക്കേഷൻ സഹമന്ത്രി, അധികാരമുണ്ട്, ഇപ്പം മന്ത്രിയാണ്. ഇനി ജയിച്ചു പോയാൽ തീർച്ചയായിട്ടും ക്യാബിനറ്റ് മന്ത്രിയാകാനാണ് അദ്ദേഹത്തിന് സാധ്യത. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ തിരുവനന്തപുരം പോലെ ഒരു മണ്ഡലത്തിൽ നിന്ന് നമ്മൾ ജയിപ്പിച്ച് വിട്ടാൽ തിരുവനന്തപുരത്തിന് മാത്രമല്ല കേരളത്തിനാകമാനം വികസനം ഉണ്ടാകും. വികസനമാണ് മോദിജിയുടെ മുദ്രാവാക്യം. സബ്കാ സാത്ത് സബ്കാ വികാസ്. അത് തീർച്ചയായിട്ടും നടക്കും. നമ്മൾ അന്ധമായിട്ടുള്ള രാഷ്ട്രീയം മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ, നമ്മൾ ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്നു, ഓക്കെ, അതിനൊന്നും കുഴപ്പമില്ല. നമുക്ക് ഏത് പാർട്ടിയിലും സമയാസമയങ്ങളിൽ മാറി വോട്ട് ചെയ്യാനുള്ള അവകാശം, അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയും വികസനവും സുരക്ഷയും ഒക്കെ നമ്മൾ നോക്കുകയും വേണം. എല്ലാവരും എന്നും പാർട്ടിയുടെ പേര്, ചിഹ്നത്തിൻ്റെ പേര് മാത്രം അവരെ കൊണ്ടേ കഴിയൂ എന്ന് നമ്മൾ ചിന്തിക്കരുത്. അത് നമുക്ക് ഒരു തെറ്റായ സമീപനമാണ്, ബുദ്ധിയുള്ളവരുടെ ഒരു രീതിയല്ലാതെ. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിയുള്ള പ്രതിഭാശാലിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കണം. അവിടെ മറ്റ് 2 പേരും നിൽക്കുന്നുണ്ട്. അതിലൊരാളും ലോക പ്രശസ്തനാണ്. UN ജനറൽ സെക്രട്ടറി പദത്തിന് വരെ മത്സരിച്ച ആളാണ്. അന്ന് അദ്ദേഹം ജനറൽ സെക്രട്ടറി ആകണമെന്ന് ഞാനും ആഗ്രഹിച്ച വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിനെക്കാട്ടിൽ കൂടുതൽ വികസനം കൊണ്ടുവരാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം കേന്ദ്രമന്ത്രിസഭയിലെ സഹമന്ത്രിയായിരുന്ന അദ്ദേഹം ഇത്രയും വകുപ്പുകളുടെ, ഇനി ഒരുപാടുണ്ട്, അതിൻ്റെ എല്ലാം ഹെഡായിരുന്നു അദ്ദേഹം. ഹെഡായിട്ട് അവിടെ കസേര വെറുതെ ഇരുന്ന് കാറ്റുകൊണ്ട് ഏസിക്കകത്തിരിക്കുമല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്രിയാത്മകതയാണ് രാജ്യത്തിൻ്റെ ടെക്നോളജി വളർച്ചയിൽ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ അത്തരം ഒരാളെയല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ തിരുവനന്തപുരത്തെ IT പാർക്കെല്ലാം വികസിക്കും. തീർച്ചയായിട്ടും നമ്മുടെ IT മേഖലയിലും എഞ്ചിനീയറിംഗ് മേഖലയിലും വിദ്യാഭ്യാസം കഴിയുന്ന കുട്ടികൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വർദ്ധിക്കും. ഇപ്പോൾ എല്ലാവർക്കും ജോലി കൊടുത്തില്ല എങ്കിൽ പോലും നല്ലൊരു ഭാഗം കുട്ടികൾക്കും ഒരു പ്രതീക്ഷയാണ് രാജീവ് ചന്ദ്രശേഖർ. തീർച്ചയായിട്ടും അദ്ദേഹം ഇന്നല്ലെങ്കിൽ നാളെ
ആ ഒരു പ്രതീക്ഷ നിറവേറ്റും. ആ നിറവേറ്റണമെങ്കിൽ അദ്ദേഹം ജയിച്ചു പോയാലേ സാധിക്കൂ. അത് നമ്മൾ മനസ്സിൽ വെക്കണം. നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അന്യരാജ്യങ്ങളിൽ നമ്മുടെ കുട്ടികളെല്ലാം ചേക്കേറി പോകുന്നത് നമുക്ക് വിഷമമുള്ള കാര്യമല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അത് മാത്രമല്ല, എല്ലാവർക്കും പോകാൻ പറ്റുമോ? ലക്ഷങ്ങൾ വേണ്ടേ? അപ്പോൾ കമ്പ്യൂട്ടർ സയൻസോ ഒരു BSc കമ്പ്യൂട്ടറോ MSc കമ്പ്യൂട്ടറോ ഒക്കെ പഠിച്ച കുട്ടികൾ എൻജിനീയറിങ്ങിനോടൊപ്പം അവർക്കൊക്കെ അവിടെ ജോലിക്കൊരു സാധ്യതയുണ്ട്. അതുപോലെ ഈ IT പാർക്കൊക്കെ ഉണ്ടായിട്ടും ഇതിനോടനുബന്ധിച്ച് വലിയ ജോലി സാധ്യതകളൊന്നും തിരുവനന്തപുരത്ത് വന്നിട്ടില്ല. ആ IT പാർക്ക് കുറച്ച് കെട്ടിടങ്ങളുണ്ട്, അവിടെ കുറേ ആളുകളുണ്ട് ജോലി ചെയ്യുന്നു, അവർ വരുന്നു പോകുന്നു. പുതുതായിട്ട് അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള വികസനമൊന്നും നമ്മുടെ തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ വികസനവും ഈ IT മേഖലയോടൊപ്പം തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ എല്ലാവിധ ജനങ്ങളുടെയും പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും അഡ്രസ്സ് ചെയ്യാനും രാജീവ് ചന്ദ്രശേഖറിന് ഒരു മന്ത്രി എന്ന നിലയ്ക്കും ഒരു കഴിവുറ്റ ഒരു വ്യക്തി എന്ന നിലയ്ക്കും കഴിയും. അദ്ദേഹം തന്നെ എത്രയോ സംരംഭങ്ങൾ നടത്തുന്ന ആളാണ്, ഒരു നല്ല എൻ്റർപ്രൈനറാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ആകെ നമുക്കറിയാവുന്നത് ഏഷ്യാനെറ്റിൻ്റെ ആളാണ്. ഏഷ്യാനെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, കുറേ ഷെയറുണ്ട് അദ്ദേഹത്തിന്. അല്ലാതെ അദ്ദേഹം അതൊന്നുമല്ല. അദ്ദേഹം ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ എണ്ണപ്പെട്ട ഒരു ടെക്നോക്രാറ്റാണ്. എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കാരനാണ്, സ്കില്ലാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് സ്കില്ല് വർദ്ധിക്കണം. ആ സ്കില്ല് വർദ്ധിക്കുമ്പോൾ അവർക്ക് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനും ഒക്കെ ഉള്ള അവസരങ്ങളുണ്ടാകും. അപ്പം നമുക്ക് നമ്മുടെ ഈ വിശാലമായ ഭാരതത്തിൽ നമ്മുടെ കുട്ടികൾ ഇവിടെ തന്നെ കുറേയെങ്കിലും പേര് നിൽക്കാനുള്ള അവസരം, അവരുടെ ഭാവി സുരക്ഷിതമാക്കാനായിട്ടും രാജ്യത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കാനായിട്ടും നമുക്ക് രാജീവ് ചന്ദ്രശേഖറിനെ വിജയിപ്പിച്ചേ മറ്റൊരു പ്രാവശ്യം നമ്മൾ മാറി ചിന്തിക്കുക. അവിടെ പുലിമുട്ട് കെട്ടാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം BJP ഗവൺമെൻറ്റിനെ സമീപിച്ചെന്നും അത് നടന്നില്ലെന്നും ഒരു MP പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് നാണക്കേടാണ് തോന്നിയത്. കാരണം എന്നെപ്പോലെ ഒരാൾ പോലും ഒരു ഓഫീസിൽ 4 തവണ കയറി ഇറങ്ങി ഒരു കാര്യം സാധിക്കാൻ പറ്റും. 4ന് 10 പ്രാവശ്യം നടക്കണം. ആവശ്യക്കാരൻ അഭിജിത്യം നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ ഇന്നാരാണ്, എനിക്കൊരു തവണ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ ഒരു പുലിമുട്ട് കെട്ടണമെന്ന്. മോദിജി കല്ലും കൊണ്ടുവന്ന് പുലിമുട്ടൊന്നും കെട്ടത്തില്ല. നമ്മളതിനുള്ള പ്രോജക്റ്റ് തയ്യാറാക്കണം. MP ഫണ്ടുണ്ട്, കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് MP ഫണ്ടുണ്ട്, കേന്ദ്രത്തിൻ്റെ സഹായമുണ്ട്. ഇത് നമ്മളാകെ MP ഫണ്ടിൻ്റെ കാര്യമേ പറയുന്നുള്ളൂ. ഇപ്പോൾ ഇത് രണ്ടും വേണ്ട രീതിയിൽ ഒരു MPമാരും വിനിയോഗിക്കുന്നില്ല. മാർച്ച് മാസം ആകുമ്പോഴത്തേക്കും പഞ്ചായത്തുകാർ തട്ടിക്കൂട്ടുന്ന പോലുള്ള പ്രോജക്റ്റുകൾ കൊണ്ട് ചെന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഇതൊന്നും നടക്കത്തില്ല. നമ്മൾ നല്ല ക്രിയേറ്റീവായിട്ടുള്ള പ്രോജക്റ്റ് വെക്കണം, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടുന്നത്, നമ്മുടെ രാജ്യത്തിന് വികസനം വരുന്നത്. അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ വെച്ച് അതിൻ്റെ പ്രോജക്റ്റ് പാസ്സാക്കി അതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രാലയത്തിൽ കയറി ഇറങ്ങിയാൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങളൊക്കെ നടക്കും. അല്ലാതെ ഞാൻ ഒരു പ്രാവശ്യം ഒരുപാട് തവണ പറഞ്ഞ് പ്രഷർ ചെലുത്തി എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ പറ്റിക്കരുത്. നമ്മളാ ചിന്തിക്കേണ്ടേ, ഇനി അടുത്ത പ്രാവശ്യം വല്ലതും നടക്കുമായിരിക്കും. ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾക്ക് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ MPമാരായിട്ടിരുന്നവർ, അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരും ആയിക്കോട്ടെ, അവർ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അവർ ഇവിടുന്ന് ജയിച്ചു പോയിട്ട് അവരെന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ എടുത്തു പറയത്തക്കണ എന്ത് കാര്യങ്ങൾ ചെയ്തു എന്ന് ഒരെണ്ണെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കണം. നമ്മൾ സാധാരണ ജനങ്ങൾ അതൊന്നും നോക്കത്തില്ലായിരുന്നു. നമ്മൾ നമ്മുടെ കാര്യം നിത്യവൃത്തിക്ക് പോകുന്നു. ആരും MP പോയോ MLA പോയോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ അവകാശമാണ്. നമ്മളെ സേവിക്കാൻ വേണ്ടി, നമ്മളെ ഭരിക്കാനല്ല നമ്മൾ അവരെ തിരഞ്ഞെടുത്ത് വിടുന്നത്. ഇപ്പോൾ ഇവിടെ ഭരണമാണ് നടക്കുന്നത്. ഒരു MPയോ മന്ത്രിയോ MLA കാണുമ്പോഴത്തേനും തൊഴുത് നമ്മൾ അവരുടെ മുന്നേ പോയി നിൽക്കും. സത്യത്തിൽ അവർ നമ്മളെ തൊഴണ്ടേ? എന്താ, നമ്മളവരെ തിരഞ്ഞെടുത്ത് വിടും. നമ്മൾ നമ്മുടെ സേവകനായിട്ടാണ് നമ്മൾ അവരെ വിടുന്നത്. പക്ഷേ ആ അനുഭവം നമുക്കുണ്ടോ? ഒരിക്കലുമില്ല. ഒരു നിവേദനം ഒരു MPക്കോ മന്ത്രിക്കോ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ അവരുടെ അവസ്ഥ നമ്മൾ TV-യിലൊക്കെ കാണാറുണ്ടല്ലോ. ഞാനിപ്പോൾ അതേപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് പിന്നെയും വരാം. രാജീവ് ചന്ദ്രശേഖറിൻ്റെ ക്വാളിഫിക്കേഷനോട് ഞാനൊന്ന് പറയാം. അത് എല്ലാം അത് ചിലതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എൻജിനീയറിങ് കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം US-ലെ ചിക്കാഗോയിലെ ഇല്ലിനോയ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബിരുദാനന്തര ബിരുദം എടുത്തത്. പിന്നെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാകും. അതുപോലുള്ള പ്രസിദ്ധങ്ങളായ യൂണിവേഴ്സിറ്റികളുണ്ട്. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അഡ്വാൻസ്ഡ് MBA മാനേജ്മെൻറ്റ് കോഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പഠിച്ചിറങ്ങിയത്. സ്കിൽ ഡെവലപ്മെൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ സ്കിൽ, നൈപുണ്യ വികസനം. പിന്നെ അദ്ദേഹം ഒരു എൻ്റർപ്രനറാണ്. പിന്നെ അദ്ദേഹം ഒരു ജുപ്പിറ്റർ ക്യാപിറ്റൽ
എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം ഒരു കമ്പനി അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. അത് വേറെയും അദ്ദേഹത്തിന് ഒരുപാട് കമ്പനികളിൽ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതും പരാതികളായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. കഴിവുള്ള ആളുകൾക്ക് പിന്നെ അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് അവരുടെ ക്രിയേറ്റിവിറ്റിക്കനുസരിച്ച് അവർക്ക് വളരാൻ പറ്റും. അപ്പോൾ അവരുടെ പണം അവർ ഇൻവെസ്റ്റ് ചെയ്തെന്നിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു കമ്പനിയുണ്ട്. പിന്നെ BPL അവരുടെ കുടുംബവക കമ്പനിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അച്ഛനാണ് BPL കമ്പനി. അപ്പോൾ അദ്ദേഹം ഒരു പുതിയ മൊബൈൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ട് അങ്ങനെ ഒരു മൊബൈൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തെ പറ്റി പറയുവാണെങ്കിൽ ജുപ്പിറ്റർ ക്യാപിറ്റൽ ലിമിറ്റഡ് അങ്ങനെയാണ് ആ കമ്പനിയുടെ പേര്. പിന്നെ ഇന്ത്യയിലെ 50 പ്രതിഭകളിൽ അല്ലെങ്കിൽ ടോപ്പ് ആളുകളിൽ, ടെക്നോളജിക്കലി ടോപ്പ് ആളുകളിൽ അല്ലെങ്കിൽ സാമ്പത്തികമായ ടോപ്പ് ആളുകളിൽ ഒരാളാണ് പിന്നെ രാജീവ് ചന്ദ്രശേഖർ. അങ്ങനെ അടിമുടി ക്രിയേറ്റിവിറ്റിയുള്ള, അടിമുടി സ്കില്ലുള്ള, തലച്ചോറിൽ ബുദ്ധിയും സ്കില്ലും പ്രതിഭയും ഒക്കെ നിറച്ചു വെച്ച് അത് സമൂഹത്തിന് വേണ്ടി കൊടുക്കുന്ന ആൾ. അല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തും IT രംഗത്തും എല്ലാം അദ്ദേഹത്തിൻ്റെ പ്രതിഭാവിലാസം തെളിഞ്ഞു കാണാൻ പറ്റും. അത്തരം ഒരു പ്രതിഭാശാലിയായിട്ടുള്ള ഒരു MBA തിരുവനന്തപുരം പോലെയുള്ള നമ്മുടെ തലസ്ഥാനത്ത് നിന്ന് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുവനന്തപുരത്തിന് മാത്രമല്ല, കേരളത്തിനാകമാനം പല ജില്ലകളിലും നല്ല IT പാർക്കുകളും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സാധാരണക്കാരും അല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനും അദ്ദേഹത്തിന് കഴിയും. അല്ലാതെ IT മാത്രമല്ല. ഇപ്പം നിങ്ങൾ IT മാത്രമേ ഉള്ളൂ. ലോകം ITയും ജോലിയും മാത്രമല്ല ഞാൻ പറഞ്ഞതിൻ്റെ കാരണം. അത്തരം കഴിവുള്ള ഒരാൾ അദ്ദേഹം ഇപ്പം തന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അദ്ദേഹം എല്ലായിടത്തും ചെന്ന് കർഷക തൊഴിലാളികളെ കാണുന്നുണ്ട്, അതുപോലെ തീരദേശത്ത് പോകുന്നുണ്ട്, മത്സ്യത്തൊഴിലാളികളെ കാണുന്നുണ്ട്. അങ്ങനെ എല്ലാ രംഗത്തും അദ്ദേഹത്തിന് എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ, നന്മ ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ വടിയുള്ളവൻ്റെ കയ്യിൽ പിന്നെ വടിയുള്ളവനെ അടിക്കാൻ പറ്റത്തുള്ളൂ, അല്ല അടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ പിന്നെ ശക്തി, പവർ ഉള്ളവനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. പവർ വേണം. പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജിമ്മ് പവറല്ല, അതിന് അധികാരം വേണം. അധികാരം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അധികാരം ഉള്ളവരെ അധികാരം അത് മറ്റുള്ളവരുടെ മേലിൽ പ്രയോഗിക്കാനല്ല അധികാരം. നമുക്ക് നമ്മുടെ സേവകരായിട്ട് പോയിട്ട് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ആ പവർ ഉപയോഗിക്കണം. ആ പവർ ഏത് വഴിക്കും ആ പവറിനെ ഉപയോഗിക്കാനുള്ള ആർജവും ക്രിയേറ്റിവിറ്റിയും ഒക്കെ വേണം. അങ്ങനെയുള്ളവരെ നമ്മൾ തിരഞ്ഞെടുക്കണം. അങ്ങനെയുള്ളവരാണ് നമ്മുടെ നാടിനെ നേതാക്കന്മാരായിട്ട് പാർലമെൻറ്റിൽ പോയിരിക്കേണ്ടവർ. അല്ലാതെ പലതവണ പറഞ്ഞിട്ടും ഞാൻ പ്രഷർ ചെലുത്തിയിട്ടൊന്നും അവിടെ ഒരു രക്ഷയില്ലായിരുന്നു എന്ന് പറയുന്നവരെ അല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ നാടിന് പ്രയോജനം വരണമെങ്കിൽ അവിടെ ഇരിക്കുന്നവരുടെ കണക്ഷൻ ഇങ്ങോട്ട് വേണം. ആ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി കേരളം വികസിക്കത്തുള്ളൂ. ഈ കേരളത്തിൽ നിന്ന് ഒരു MBയെ പോലും ജയിപ്പിച്ച് വിടാഞ്ഞിട്ടും രാജഗോപാൽ റെയിൽവേ മന്ത്രിയായിരുന്ന കാലത്ത് കുറേ കാര്യങ്ങൾ ചെയ്തു. അപ്പം നമ്മൾ നമ്മുടെ സ്ഥലത്തു നിന്ന് നമ്മളൊരു MBയെ ജയിപ്പിച്ച് വിട്ടാൽ ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ല. ആളുകൾ പറയുന്നത് ഇവിടെ അത് നടക്കത്തില്ല, ഇവിടെ ആ വെള്ളം തിളയ്ക്കത്തില്ല, ഇവിടെ ആ തുമര വേഗത്തില്ല, ഇതൊക്കെയാണ് ആളുകൾ പറയുന്നത്. വടക്കേ ഇന്ത്യയിൽ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനത്തും ഈ തുമര വേഗം, വെള്ളത്തിൽ BJPയുടെ തുമര വേഗം, ഈ താമര വിരിയും. നമ്മുടെ കേരളത്തിൽ വിരിക്കത്തില്ല. ആ പറയുന്നവരെ കേരളത്തിൻ്റെ ശത്രുക്കളാണെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഭരിക്കാൻ പോകുന്നത് BJPയാണ്. അപ്പം നമ്മളിവിടുന്ന് അവർക്ക് MPമാരെ കൊടുത്താലേ അവർ തരുന്നതിൽ കൂടുതൽ, സാധാരണ നമുക്ക് കിട്ടേണ്ടതിൽ കൂടുതൽ, എന്നാലും വാരിക്കോരി തന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് തന്നില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും. അപ്പം അവർ ഉള്ളവരവിടെ ചെന്നിരുന്നാലേ, അല്ലാതെ പ്രസംഗവും കേട്ടിട്ട് അവിടെ നിന്ന് പോരാമെന്നല്ലാതെ പിന്നെയും പല്ലവി അടുത്ത 5 വർഷം കഴിയുമ്പോൾ വീണ്ടും നമ്മളോട് വോട്ട് ചോദിക്കും, നമ്മളെല്ലാം പോയി വോട്ട് ചെയ്യും. അപ്പം നമുക്ക് വോട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ അവകാശം ശരിയായ രീതിയിൽ വിനിയോഗിക്കണം. ഇപ്പോൾ ആളുകളെല്ലാം ഒരുപാട് മാറി. ഞാൻ കണ്ടു ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് BJP ഭരിക്കുമ്പം നമ്മുടെ BJP MP പോയാൽ മാത്രമേ പ്രയോജനമുള്ളൂ. ഇന്നല്ലേ നാളെ അത് സാധിക്കും. എങ്കിലും പരമാവധി ശ്രമിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഞാൻ എന്നെ കേൾക്കുന്നവരോട് പറയുന്നു, തോക്കുമെന്ന് വിചാരിച്ച് അവർ ജയിക്കത്തില്ല എന്ന് പറഞ്ഞു പരത്തുന്നത് വെച്ച് നമ്മൾ വോട്ട് ചെയ്യാതിരിക്കരുത്. നമുക്ക് പ്രതിഭാശാലികളും പ്രഗത്ഭരുമായ ആളുകൾ അവിടെ പോയാൽ നമുക്ക് പ്രയോജനം വരുന്ന ആളുകളെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം.
അയ്യോ അവരെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ഇപ്പോഴാണ് ഞാൻ അവരെ കണ്ടത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ ഇപ്പോഴല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അവരെ മുന്നേ ആരും ജനം കൊണ്ടുവന്നില്ലല്ലോ. അപ്പം പുതുതായിട്ട് വരുന്നവരൊന്നും എല്ലാം പഴയത് മതി, പഴയത്. അപ്പോൾ പുതിയ ഒന്നും വേണ്ടേ? പഴയതല്ല, പുതിയത് വേണം. പഴയതായി പോയി. ഇനി പുതിയ പുതിയ ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കണം. ആ പുതിയ പുതിയ ആളുകൾക്ക് നമ്മൾ ക്രിയേറ്റിവിറ്റി കൊടുക്കണം നമ്മളല്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ രാജീവ് ചന്ദ്രശേഖരനെ എല്ലാവരും ചേർന്ന് തിരുവനന്തപുരത്ത് നിന്ന് ജയിപ്പിച്ചില്ലെങ്കിൽ വലിയ നഷ്ടമാണ് നമുക്ക്. അതുകൊണ്ട് ഈ വീഡിയോയിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മുടെ ആ സ്കിൽ ഡെവലപ്പറെ നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ ജനാധിപത്യ രീതിയിൽ, കഴിഞ്ഞ പ്രാവശ്യം കർണാടകയിൽ നിന്ന് രാജ്യസഭാ മെമ്പറായിട്ടാണ് അദ്ദേഹം മന്ത്രിയായത്. കാരണം മോദിജിക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ വികസനത്തിന് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ആവശ്യമുള്ളത് കൊണ്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കി. ഈ പ്രാവശ്യം നമ്മൾ അങ്ങനെയല്ല ചെയ്യണ്ടേ. നമുക്കൊരവസരം കൈവന്നിരിക്കുവാണ്. 2 പ്രാവശ്യം നിന്നവരൊന്ന് മാറി നിൽക്കട്ടെ. നമ്മളിവിടെ രാഷ്ട്രീയമൊന്നും നോക്കണ്ട. അവിടെ ഒന്നും താമര നട്ട് വളർത്തുമല്ല അവരുടെ ആരുടെയും ജോലി, രാജ്യവികസനമാണ്. അത് കരുതിയിട്ട് അങ്ങനെ ചിന്തിച്ച് നമ്മൾ രാജീവ് ചന്ദ്രശേഖരനെ ജയിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.